അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരന്മാരെ, എല്ലാവരിലും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ വ്യത്യസ്ത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു സമൂഹമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നമ്മുടെ ദേശത്തുമെല്ലാം ഇന്ന് മുസ്ലിം ഉമ്മത്ത് പല വിധേനയുള്ള പ്രശ്നങ്ങളെയാണ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഒരു വഹീനെ കൈകാര്യം ചെയ്യുന്ന ഒരു സമൂഹം എന്നുള്ള നിലക്ക്, ഒരു ഖാത്തിമുർ റസൂലിനെ പിൻപറ്റുന്ന ഒരു ഉത്തമ സമൂഹത്തിലെ അംഗങ്ങൾ എന്ന നിലക്ക് നമ്മൾ എങ്ങനെയാണ് ഇത്തരം പ്രശ്നങ്ങളെ നോക്കിക്കാണുകയും നമ്മൾ അള്ളാഹുവിൽ നിന്ന്, അമ്പിയാക്കന്മാരുടെ മൻഹജിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് എന്ന് കുലങ്കഷമായി ആലോചിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട സമയമാണ്. വിശുദ്ധ ഖുർആന് ധാരാളം അമ്പിയാക്കന്മാരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ അമ്പിയാക്കന്മാരോട് അവരുടെ സമൂഹം പ്രതികരിച്ചതിനെ കുറിച്ച്, അമ്പിയാക്കന്മാര് സ്വീകരിച്ച നിലപാടിനെ കുറിച്ചെല്ലാം തന്നെ നമ്മൾ വായിക്കുന്നവരാണ്. ഇതൊന്നും തന്നെ ഒരു കാലഘട്ടത്തിന്റെ വിഷയമായിട്ടല്ല വാസ്തവത്തിൽ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ എടുത്തു കാട്ടുന്നത്. മറിച്ച് ഓരോ ഭൂമികയിലും ഈ പ്രവാചകന്മാര് നിരന്തരം ജീവിക്കുകയും ആ പ്രവാചകന്മാര് അഭിമുഖീകരിച്ച സമൂഹം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെയെല്ലാം ആ പ്രവാചകന്മാരുടെ സ്ഥാനത്ത് ആ പ്രവാചകന്മാരെ പിൻപറ്റുന്ന ഒരു സമൂഹമായി നമ്മൾ നിന്നിട്ട് അവരിൽ എങ്ങനെയാണോ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത് അതുപോലെ നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കണം. അള്ളാഹു ഒരു സമൂഹത്തെ ഹുജ്ജത്ത് പൂർണ്ണമാകാതെ, അവർക്കിടയിലുള്ള ഹുജ്ജത്ത് പൂർണ്ണമാകാതെ ഒരു സമൂഹത്തിന്റെ മുകളിൽ അള്ളാഹു അങ്ങനെ നിലപാട് സ്വീകരിക്കുന്നില്ല. നമുക്കറിയാം, യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവത്തെ എടുത്തു തിരിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്, പ്രവാചകന്മാരുടെ സമൂഹങ്ങളിൽ അള്ളാഹു രക്ഷപ്പെടുത്തിയ മല പോലെ പ്രതിസന്ധി അള്ളാഹു അവർക്ക് തലമുകളിൽ കൊണ്ടുവന്നിട്ട് ആ പ്രതിസന്ധിയെ എടുത്തു മാറ്റിയത് ആ പ്രവാചകൻ അവരിൽ നിന്നും ഓടിപ്പോകുകയും ആ പ്രവാചകൻ ഹുജ്ജത്ത് പൂർണ്ണമാകുന്നതിന് മുമ്പ് ആ സമൂഹത്തിൽ നിന്ന് മാറിപ്പോയതിന്റെ ഫലമായി അള്ളാഹു ചില പ്രതിസന്ധികളെ ആ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നു. അവര് തങ്ങൾക്ക് സംഭവിച്ച അപജയത്തെ, തങ്ങളിൽ സംഭവിച്ച ഒരു പ്രവാചകനോട് കാണിച്ച തെറ്റായ സമീപനത്തെ തിരിച്ചറിയുന്നു. അവർ അള്ളാഹുലേക്ക് പാപമോചനം തേടി മടങ്ങുന്നു. ആ സമൂഹത്തിൽ നിന്ന് അള്ളാഹു ആ പ്രതിസന്ധിയെ ഉയർത്തുന്നു. എന്നാൽ മറ്റൊരിടത്ത് ഒരു പ്രവാചകൻ ഒരു സമൂഹത്തിൽ നിന്നും ഹുജ്ജത്ത് പൂർണ്ണമാകുന്നതിന് മുമ്പ് ഓടിപ്പോയൊരു പ്രവാചകനെ അള്ളാഹു പിടികൂടുന്നു. ആ പ്രവാചകനെ സമുദ്രത്തിന്റെ ആഴിയിൽ, മത്സ്യത്തിന്റെ വയറ്റിലായി അള്ളാഹു ഒരു ശിക്ഷയ്ക്ക് വിധേയമാക്കുന്നു. അങ്ങനെ നിരന്തരം ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹു ആ പ്രവാചകന് വീണ്ടും ഭൂമിയിലേക്കുള്ള മടക്കം സാധ്യമാക്കുന്നു. ആ സമയത്ത് യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയെ നമ്മൾ നിരന്തരം ചർച്ച ചെയ്തൊരു വിഷയമാണ്. വദന്നൂനി ഇദ് ദഹബ മുഗാദിബൻ ഫദന്ന അല്ലം യഖ്ദിറ അലൈഹി ഫനാദാ ഫി ദുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഫസ്തജിബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗമ്മി ഫകദാലിക നുൻജിൽ മുഅ്മിനീൻ. അദ്ദേഹം ഒരു സമൂഹത്തിൽ നിന്ന് യൂനുസ് നബിയെ കുറിച്ച് നിരന്തരം ഓർക്കാൻ ആവശ്യപ്പെടുകയാണ് അള്ളാഹു. എന്തിനാണ് നമ്മളോട് ഇപ്പോ യൂനുസ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ഓർക്കാൻ പറയുന്നത്? വദന്നൂനി, യൂനുസിനെ നീ ഒന്ന് ഓർക്കുക. ഇദ്ദഹബ മുഗാദിബ്, അദ്ദേഹം കോപിതനായി തിരിഞ്ഞു പോയ സമയം. വദന്ന അല്ലം യഖ്ദിറ അലൈഹി, അള്ളാന്റെ കോപമൊന്നും എന്റെ മുകളിൽ ഉണ്ടാകില്ല എന്ന് അദ്ദേഹം കരുതി. പക്ഷെ അദ്ദേഹത്തിന് ആ പിടികൂടി. ഫനാദാ ഫിൽ ദുലുമാത്, ആ ഇരുട്ടറയിൽ വെച്ച് അള്ളാഹിനെ വിളിച്ചു. ഏതാണ് ആ ഇരുട്ട? ഒന്ന് ഭൗതിക ലോകത്തെ ഭൂമിയിലെ ഇരുട്ട്, സമുദ്രത്തിന്റെ ആഴിയിലെ ഇരുട്ട്, അതിനപ്പുറം ഒരു മത്സ്യത്തിന്റെ വയറ്റിലുള്ള ഇരുട്ട്. അപ്പോ കൂരിരുട്ടിന് മുകളിൽ, കൂരിരുട്ടാർന്ന ഒരു ഇടത്ത് അള്ളാഹു ഒരു പ്രവാചകനെ കൊണ്ടുപോയിട്ട് അള്ളാഹു വെക്കുകയാണ്. അവിടെ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് എന്താണ്? وظن أن لم يقدر عليه فنادى في الظلمات أن لا إله إلا أنت
സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പടച്ചോനെ, നീയല്ലാതെ മറ്റൊരു ആരാധ്യനില്ല, ഞാൻ എന്നോട് തന്നെ തെറ്റ് ചെയ്തു പോയിരിക്കുന്നു നാഥ, അതിനാൽ എനിക്ക് മാപ്പ് നൽകണം എന്ന ഒരു അപേക്ഷയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ വെക്കുന്നത്. അപ്പൊ അദ്ദേഹം തന്നോട് തന്നെ ചെയ്ത ഒരു തെറ്റെന്താന്ന് വെച്ചാല്, അള്ളാഹു നൽകിയ ഒരു റിസാലത്തിനെ പൂർണ്ണമായ രൂപത്തിൽ ആ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാതെ, അല്ലെങ്കിൽ അവരിൽ നിന്ന് ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചപ്പോൾ പെടുന്നനെ അവരിൽ നിന്ന് ഓടിപ്പോയതിന്റെ ഫലമായി അള്ളാഹു ആ പ്രവാചകനെ ശിക്ഷിക്കുന്നു. അത് തിരിച്ചറിയുന്ന പ്രവാചകൻ അള്ളാഹുവിലേക്ക് ഹൃദയപൂർവ്വം തൗബ ചെയ്ത് മടങ്ങുന്നു. അള്ളാഹു പിന്നീട് പറയുന്നത്, നാം അദ്ദേഹത്തെ രക്ഷിച്ചു. ഫകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇപ്രകാരം മുഅ്മിനീങ്ങളെ നാം രക്ഷിക്കും എന്നാണ്. അപ്പൊ നമ്മൾ മുഅ്മിനീങ്ങളാകണം. അവർ പ്രവാചകന്റെ മനസ്സിന്റെ വികാര വിചാരങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് സംഭവിച്ച തെറ്റുകളെ, പിഴവുകളെ നമ്മൾ എന്താക്കണം, നമ്മൾ മനസ്സിലാക്കി അതിനെന്താണോ നമ്മുടെ പ്രായശ്ചിത്തമായിട്ടുള്ളത് അത് നമ്മൾ ഒരു സമൂഹത്തിൽ നിറവേറ്റണം. അതുകൊണ്ട് സൂറത്ത് ബഖറയിൽ അള്ളാഹു ഈ വിഷയം പറയുന്നുണ്ട്. അള്ളാഹു ഒരു സമൂഹത്തിന് അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കണമെന്ന് അള്ളാഹു ബോധനം ഇറക്കുകയും എന്നിട്ട് അതിനെ മറച്ചു വെക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം, അവരെ അള്ളാഹു ശപിക്കുന്നു. ശപിക്കുന്നവർ മുഴുവനും ശപിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് പറയണ ഇല്ലല്ലദീന താബു, തൗബ ചെയ്ത് മടങ്ങുന്ന ഒരു വിഭാഗം ഒഴിച്ച്, വ അസ്ലഹു, അവർ സ്വയം സുൽഹിന് വിധേയരാകുക, വിശുദ്ധരായി മാറുകയും ചെയ്യുക. വ ബയ്യനു, അവർ എന്താണോ മറച്ചു പിടിച്ചത്, അല്ലെങ്കിൽ എന്താണോ ഒരു സമൂഹത്തിന് അടിസ്ഥാനപരമായി പകർന്നു നൽകേണ്ടത്, ആ സന്ദേശം അവർ നന്നായി ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക. അവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവും, അവരെ പാപമോചനത്തെ അള്ളാഹു സ്വീകരിക്കും എന്നാണ്. അപ്പോ ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? നമ്മളെ കുറിച്ച് ഈ രൂപത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാവാൻ, അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഒരു സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ എത്തിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഇങ്ങനൊരു ചർച്ച നടത്തുന്നത് തന്നെ, ഇങ്ങനൊരു ചർച്ച, ഈ രൂപത്തിലുള്ള ഒരു ചർച്ച നമ്മുടെ ഒരു ഭൂമികയിൽ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? നമ്മൾ അതും കൂടി ഒന്ന് ആലോചിക്കണമല്ലോ. അഥവാ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരെയും അവരുടെ റിസാലത്തിനെയും വിശുദ്ധ ഖുർആന്റെ ഇത്തരം വാക്കുകളെയും മുമ്പിൽ വെച്ചിട്ട് നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന ചർച്ച നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് കൂടി നമ്മളൊന്ന് പരിശോധിക്കണം. അള്ളാഹു നമ്മളെ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് അള്ളാഹു നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മൾ 8 10 അല്ലെങ്കിൽ 15 ആളുകളായിരിക്കും ഇപ്പോ ഈ ശബ്ദം കേൾക്കുന്നത്. പടച്ച തമ്പുരാന് ഇങ്ങനെ അള്ളാഹുവിന്റെ കലാമിനെ വെച്ചിട്ട്, അള്ളാഹുവിന്റെ ഈ ഒരു വഹീനെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ചർച്ച നടത്താൻ അള്ളാഹു നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു സദസ്സിൽ പറഞ്ഞതുപോലെ, വിശുദ്ധ ഖുർആന് അള്ളാഹു റമദാൻ മാസത്തിലാണ് അള്ളാഹു ഈ വേദത്തെ അവതരിപ്പിച്ചത്. നമ്മൾ വാത്തോരാതെ അഹങ്കാരപൂർവ്വം നമ്മൾ പറയും, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ്, മനുഷ്യർക്ക് മാർഗദീപമായി, മനുഷ്യർക്ക് മാർഗരേഖയായി, ജീവിത ചിട്ടയായി അള്ളാഹു റമദാൻ മാസത്തിൽ ഈ വേദത്തെ അവതരിപ്പിച്ചു എന്ന്. അവിടെ മനുഷ്യരാരാണ്? അങ്ങനെ ഒരു മാർഗദീപമാണ് ഇതെന്ന് നമ്മുടെ ചുറ്റുപാടിലുള്ള മനുഷ്യർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ആ ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഇതിനെ അവതരിപ്പിക്കാൻ, ഇതിനെ കൈകാര്യം ചെയ്യുന്ന, നിരന്തരം ഖുർആൻ ക്ലാസ് എടുക്കുന്ന നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ചുറ്റുപാടിലുള്ള മനുഷ്യരെ ഉൾപ്പെടുത്തി അള്ളാഹു പറയുന്നത് പോലെ വർഗ മതിലുകൾക്കപ്പുറം മനുഷ്യനെ മനുഷ്യനായി പരിഗണിച്ചുകൊണ്ട്, അള്ളാഹിന്റെ ശ്രേഷ്ഠ സൃഷ്ടികളായി പരിഗണിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് പോലെ ഇത് നിങ്ങൾക്ക് കൂടി ഉള്ളതാണ്, നമുക്കുള്ളതാണ്, ഇത് നമ്മുടെ ജീവിതത്തിന് വേണ്ടി, നമ്മുടെ മരണാനന്തര ജീവിത സത്യത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു മഹാവേദമാണിതെന്നും, പടച്ച തമ്പുരാന് മതമോ ജാതിയോ ഇല്ല എന്നും, ഇത് നമുക്കെല്ലാം ബാധകമായ ഒരു അടിസ്ഥാന വിഷയമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവതരിപ്പിക്കുന്ന, ഈ രൂപത്തിൽ കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞതുപോലെ ബോധ്യപ്പെടുത്തുന്ന ഒരു അവതരണ രീതിയും ശൈലിയും നമ്മൾ എപ്പോഴെങ്കിലും രൂപപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ നമ്മുടെ ചുറ്റുപാടുകൾ നടക്കുന്നുണ്ടോ? അള്ളാഹു ഈ വിശുദ്ധ ഖുർആനെ ഇതിനപ്പുറം മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്നാണ്.
ലൈലത്തുൽ ഖദറിൽ നാം ഈ വേലത്ത് അവതരിപ്പിച്ചു എന്നാണ് ഇമാം ഷഅറാവി എന്തുകൊണ്ടാണ് രാത്രിയിൽ ഇതിനെ അവതരിപ്പിച്ചു എന്നുള്ളതിനെ വിശദീകരിക്കുന്നുണ്ട്. രാത്രി സമയങ്ങളിൽ എന്തുകൊണ്ട് ഈ വേലത്ത് അള്ളാഹു അവതരിപ്പിച്ചു എന്ന് ഇമാം ഷഅറാവി വിശദീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് രാത്രിയുടെ പ്രത്യേകത എന്താണ്, രാത്രിയിൽ അവതരിപ്പിച്ചു എന്ന് എന്തുകൊണ്ട് എടുത്തു പറയുന്നു, അതിനെ ഇമാം ഷഅറാവി മനോഹരമായിട്ടാണ് വിശദീകരിക്കുന്നത്. രാത്രി എന്നത് ഓരോ മനുഷ്യനും അവന്റെ ജീവിത പ്രശ്നങ്ങളെ ശാന്തമായി ഇരുന്ന് വിലയിരുത്തുന്ന ഒരു വേളയാണ്. ബുദ്ധിയും ചിന്തയുമുള്ളവർ, ജീവിതത്തെ ഏറ്റവും നന്നായി പരിപാലിക്കാൻ ആഗ്രഹിക്കുന്നവര്, ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ വിലയിരുത്തി പരിഹാരം കാണാൻ ആഗ്രഹിക്കുന്നവര്, അവർ സ്വസ്ഥരായി ഇരുന്ന് അവരെന്താക്കും, അവരുടെ പ്രശ്നങ്ങളെ കുലങ്കഷമായി ആലോചിക്കും, കുലങ്കഷമായി അവർ വിലയിരുത്തും. അപ്പോഴ് അള്ളാഹു ഈ വേലത്തെ രാത്രിയിൽ ഇറക്കിയത് ഇതിനോട് സങ്കീർണമായ മനസ്സുകൊണ്ട് സമീപിക്കുവാനല്ല, ഒഴിഞ്ഞ മനസ്സോടുകൂടി ചിന്താപൂർവം കുലങ്കഷമായി അള്ളാഹുവിൽ നിന്നുള്ള റിസാലത്തിനെ ഏറ്റവും നന്നായി ബോധ്യപ്പെട്ട് വായിക്കുകയും അതിലൂടെ തങ്ങളുടെ പ്രശ്നങ്ങളെ, തങ്ങളുടെ വിഷയങ്ങളെ കണ്ടറിഞ്ഞ് തങ്ങളുടെ ഭൂമികയിൽ തങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നും ഈ പ്രശ്നങ്ങളെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നും ആ പരിഹാര പാഠങ്ങൾ എങ്ങനെയാണ് പ്രപഞ്ചനാഥൻ എനിക്ക് കൈമാറുന്നതെന്നും അള്ളാഹുവിലേക്ക് ഹൃദയപൂർവ്വം മടങ്ങി അവന്റെ വഹീനോടൊപ്പം ജീവിച്ച്, അവന്റെ വഹീനോടൊപ്പം സഞ്ചരിച്ച്, അവന്റെ വാക്കുകളോടൊപ്പം രാത്രി നേരങ്ങളിൽ ജീവിച്ച് നമ്മുടെ പ്രശ്നങ്ങളെ കണ്ടറിയേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നതിലൂടെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത് എന്ന് ഇമാം ഷഅറാവി വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു റമളാന്റെ തുടക്കത്തിൽ നാം ഒരു മഹാപ്രതിസന്ധി നമുക്ക് മുമ്പിൽ വന്നിരിക്കുന്നു. മുസ്ലിം ഉമ്മത്തിനെ പ്രത്യേകമായി ഒരു രാഷ്ട്രത്തെ മൊത്തം ബാധിക്കുകയും എന്നാൽ അതിൽ ഒരു സമൂഹത്തെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അപകടം നമുക്ക് മുമ്പിൽ വന്നിരിക്കുന്നു. ഇതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? നമ്മുടെ ചിന്തക്കനുസരിച്ച് മാത്രമാണോ നമ്മൾ കൂടിയിരുന്ന് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ട് അതിനെ അവലംബിച്ചുകൊണ്ടുള്ള മാത്രം ഇടപെടലാണോ നടത്തേണ്ടത്? അതിനപ്പുറം അള്ളാഹുവിൽ നിന്നുള്ള വഹീനെ സ്വീകരിച്ചുകൊണ്ട് ഈ വേദത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇതിലെന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ എന്നുകൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ടോ? അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാര് അവരഭിമുഖീകരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളെയും അള്ളാഹുവിൽ നിന്നുള്ള വഹീ കൊണ്ടാണ് പരിഹരിച്ചിരുന്നത്. ആ വഹീയിലൂടെയാണ് അവരെല്ലാ പ്രശ്നങ്ങളെയും അതിജയിച്ചത്. അപ്പോ ഇന്ന് ഈ വേദത്തിന് പ്രസക്തി ഒന്നും ഇല്ലേ? അള്ളാഹുവിന്റെ വാക്കുകൾക്ക് ഇതുപോലെ നമ്മുടെ ഭൂമികയിൽ അള്ളാഹുവിന്റെ വാക്കുകൾക്ക് പ്രസക്തി ഇല്ലേ? അങ്ങനെ നമ്മൾ അള്ളാഹുവിനെ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ഹൃദയപൂർവ്വം തിരിഞ്ഞ് അള്ളാഹുവിന്റെ വഹയിലൂടെ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹാരം തേടേണ്ടതില്ലേ? അള്ളാന്റെ അമ്പിയാക്കന്മാര് ഇങ്ങനെ തന്നെയായിരുന്നോ അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചിരുന്നത്? മുഹമ്മദ് റസൂലുള്ള എത്രമാത്രം സങ്കീർണമായ ഭൂമികയിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. ഓരോ പ്രവാചകന്മാരും നമ്മൾ അഭിമുഖീകരിച്ചതിനേക്കാളും ഭീകരമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അവിടെയെല്ലാം തന്നെ അവര് പ്രപഞ്ചനാഥനിൽ നിന്നുള്ള വഹീനെ സ്വീകരിച്ചുകൊണ്ട് ആ വഹീന്റെ വെളിച്ചത്തിൽ അവരവരുടെ ഭൂമികയിൽ ഉറച്ചു നിൽക്കുകയും അള്ളാഹുവിൽ ദൃഢബോധത്തോടുകൂടി അള്ളാഹുവിലുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി അവർ നിൽക്കുകയും തങ്ങളുടെ നാഥൻ തങ്ങളുടെ വലിയാണെന്ന് പൂർണ്ണമായ ബോധത്തോടുകൂടി തങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ, തങ്ങളെ പ്രാർത്ഥന കേൾക്കുവാൻ, തങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ, എല്ലായിടങ്ങളിലും തങ്ങളെ കൈപിടിക്കുവാൻ ശക്തനാണ് എന്ന ബോധത്തോടുകൂടി പ്രപഞ്ചനാഥനിലേക്ക് അള്ളാഹുവിന്റെ വലിയായി സ്വീകരിച്ചുകൊണ്ട് ആ അമ്പിയാക്കന്മാരെല്ലാം തന്നെ ഇടപെട്ട ചരിത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഇത് ഒരു കഥയായി വായിച്ചു പോവേണ്ട ഒരു ഉമ്മത്താണോ നമ്മുടെ പ്രശ്നങ്ങളെയാണ് അത് പറയുന്നത്, നമ്മുടെ ഭൂമികയിലുള്ള വിഷയങ്ങളെയാണ് അത് പറയുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സൂറത്ത് അഅറാഫില് 88 ഒരായത്തുണ്ട്. ഖാലൽ മലഉല്ലദീന ഇസ്തക്ബറൂ മിൻ ഖൗമിഹി. ആ പ്രവാചകന്റെ സമൂഹത്തിലെ ധിക്കാരികളായ അധികാരികൾ പറഞ്ഞു, തനുഖ്രിജന്നക യാ ശുഐബു, ശുഐബേ നിശ്ചയമായും തീർച്ചയായും ഞങ്ങൾ നിന്നെ പുറത്താക്കുക തന്നെ ചെയ്യും. വല്ലദീന ആമനൂ മഅക, നിന്നോടൊപ്പം വിശ്വസിച്ചവരെയും ഞങ്ങൾ പുറത്താക്കും. മിൻ ഖറിയത്തിന, ഞങ്ങളുടെ നാട്ടിൽ നിന്ന്. ധിക്കാരികളായ അധികാരി വർഗങ്ങള് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്തമാനത്തെ ശുഐബ് നബിയെ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നു. റസൂലുള്ളാഹിനെ വെച്ചുകൊണ്ട് സൂറത്ത് തൗബയിൽ ഇതുപോലെ അള്ളാഹു പറയുന്നുണ്ട്. ഇതിങ്ങനെ വായിച്ചു പോകുമ്പോൾ ഇതിന്റെ ഒരു അടിസ്ഥാന കാരണം എന്താണ്?
ഇങ്ങനെ പുറത്താക്കണമെങ്കിൽ, നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കണമെങ്കിൽ ലൂത്ത് നബിയെ കുറിച്ച് പറയുന്നിടത്തും ഇതുപോലെ പറയുന്നുണ്ട്. വമാകാന ജവാബ ഖൗമിഹി ഇല്ലാ അൻ ഖാലു അഖ്രിജൂഹും മിൻ ഖറിയതികും ഇന്നഹും ഉനാസു യതതഹറൂൻ. ലൂത്ത് നബി ആ സമൂഹത്തിന്റെ അധാർമികതയെ ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ, തിന്മയെ എതിർത്തതിന്റെ പേരിൽ ആ സമൂഹത്തിലെ പ്രമാണിവർഗം, അധികാരിവർഗം കൂട്ടം കൂടി നിന്നുകൊണ്ട് ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നത് എന്താണ്? വമാകാന ജവാബ ഖൗമിഹി ഇല്ലാ അൻ ഖാലു അഖ്രിജൂഹും, ഇവരെ നിങ്ങൾ പുറത്താക്കണം, മിൻ ഖറിയതികും, നിങ്ങളുടെ നാട്ടിൽ നിന്ന്, ഇന്നഹും ഉനാസു യതതഹറൂൻ, ഇവർ ശുദ്ധി മെനയുന്ന ഒരു സമൂഹമാണ് എന്നാണ്. നമ്മളെ കുറിച്ച് നമുക്ക് മുകളിൽ ഏത് പാപഭാരങ്ങൾ അവർ സ്വമേധയാ കെട്ടിവെച്ചാലും വകദാലിക ജഅൽനാ ഫി കുല്ലി ഖറിയത്തിൻ അകാബിറ മുജ്രിമീഹ, ആ നാട്ടിലെ വൃത്തികെട്ട ആ പിന്നെ പ്രമാണി വർഗം, അധികാരി വർഗം, അവരിലെ മേലാള വർഗം, അവരിൽ യംകുറു ഫീഹ, ആ നാട്ടിൽ ചതികളും തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടേയിരിക്കും. വകദാലിക ജഅൽനാ, അള്ളാഹു ആക്കിയിരിക്കുന്നു, ഇപ്രകാരം അള്ളാഹു ആക്കിയിരിക്കുന്നു. സൂറത്ത് അൻആമിൽ ഒരു ആയത്താണത്. വകദാലിക ജഅൽനാ ഫി കുല്ലി ഖറിയത്തിൻ അകാബിറ മുജ്രിമീഹ, എല്ലാ നാട്ടിലും ആ നാട്ടിലെ മേലാള വർഗത്തെ, അധികാരി വർഗത്തെ അള്ളാഹു കൊണ്ടുവന്നിരിക്കുന്നു. ലിയംകുറു ഫീഹ, ആ നാട്ടിൽ ചതികളും തന്ത്രങ്ങളും മെനയുവാൻ വേണ്ടി, അധികാരം നിലനിർത്തുവാൻ, സമൂഹത്തെ ഭിന്നിപ്പിക്കുകയും സമൂഹത്തെ തമ്മിലടിപ്പിക്കുകയും ഛിദ്രത സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ട് ചതികൾ പ്രയോഗിക്കുവാൻ എല്ലാ നാട്ടിലും ഇതുപോലെയുള്ള ആ നാട്ടിലെ മഹാപ്രമാണിമാരെ, അക്രമികളെ, അധികാരികളെ അള്ളാഹു കൊണ്ടുവന്നിരിക്കുന്നു. അകാബിറ മുജ്രിമീഹാ ലിയംകുറൂ ഫീഹാ വമാ യംകുറൂന, അവർക്ക് തന്നെയാണ് അവർ ചതി മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അള്ളാഹു നിന്നുകൊടുക്കാൻ, ഇത് കേൾക്കുന്ന ഒരു സമൂഹം, ഇത് പഠിക്കുന്ന ഒരു സമൂഹം ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാകണം. അതുകൊണ്ടാണ് ഇതുപോലെ വെച്ചുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പരിഹരിക്കേണ്ടതുണ്ട്. അപ്പൊ അടിസ്ഥാനപരമായിട്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയെല്ലാം ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഇതിനെ പരിഹരിക്കേണ്ടത്? പരിഹാര ശ്രമങ്ങളും പരിഹാര വിഷയങ്ങളും അതിന് ഉപോത്ബലകമായ വിഷയങ്ങളും നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ധാരാളം സംസാരങ്ങളും ചർച്ചകളും നടക്കുന്നുണ്ട്. പക്ഷേ അമ്പിയാക്കന്മാരെ മുമ്പിൽ വെച്ച്, അള്ളാഹുവിന്റെ ഈ വഹീനെ മുമ്പിൽ വെച്ച്, ഈ മഹാവേദത്തെ മുമ്പിൽ വെച്ച് നമ്മുടെ പ്രശ്നങ്ങളെ, ആ പ്രശ്നങ്ങൾക്ക് കാരണമായ വിഷയങ്ങളെ നമ്മളിരുന്ന് പഠിക്കുകയും നമ്മൾ ചിന്തിക്കുകയും നമ്മൾ അതിന് പരിഹാരം കാണുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോ നമ്മൾ മുമ്പോട്ട് വെക്കുന്ന ഒരു പ്രശ്നം എന്താണ്? ഇവിടെ നമ്മൾ പറയുന്ന ഒരു പ്രശ്നം, ഇതിന് ഒരു അടിസ്ഥാന കാരണമുണ്ട്. അത് നമ്മെ അറിയുന്ന ഒരു സമൂഹമല്ല നമ്മുടെ ചുറ്റുപാടിലുള്ളത് എന്നുള്ളതാണ്. അള്ളാഹുവിനെ വേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയ ഒരു സമൂഹമല്ല, അതൊരു സമൂഹത്തിന്റെ കുലദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന മാത്രയിൽ ഒരു സമൂഹത്തിന്റെ മനസ്സും ചിന്തയും മാറിയിരിക്കുന്നു. അപ്പോ അള്ളാഹിനെ കുറിച്ച് ഇത്രയും കാലം നമ്മൾ പറഞ്ഞു എന്ന് നമ്മൾ പറയുമ്പോൾ ആർക്കിടയിലാണ് പടച്ചോനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്? മുഹമ്മദ് റസൂലുള്ള ഒരു മതത്തിന്റെ പ്രവാചകനാണെന്ന് ചിത്രീകരിക്കുന്നു, ഒരു ഗോത്രമതത്തിന്റെ സംവിധായകനാണ്, സ്ഥാപകനാണ് എന്ന് പറയുന്നു. ആ പ്രവാചകൻ ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് അവർ വിശ്വസിക്കുന്നു. ആ പ്രവാചകനിൽ നിന്നും ലഭിച്ച വേദം അത് ഞങ്ങൾക്ക് അന്യമാണെന്ന് അവര് അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുകയോ ചെയ്യുന്നു. ഒരു മഹാഭൂരിപക്ഷം വരുന്ന ഒരു സമൂഹത്തിന് അവരുടെ സൃഷ്ടാവിനെ ബോധ്യപ്പെടാതെ പോയത്, ആ സൃഷ്ടാവിൽ നിന്നും അവർക്ക് നൽകിയ വേദത്തെ വേണ്ട രൂപത്തിൽ തിരിച്ചറിയാതെ പോയത്, ആ സൃഷ്ടാവിൽ നിന്നും മനുഷ്യ കുടുംബത്തിന് മാർഗദർശിയായി വന്ന മുഹമ്മദ് റസൂലുള്ളാഹിനെ തിരിച്ചറിയാതെ പോയത് ആരുടെ പ്രശ്നമാണ്? അത് അവരുടെ പ്രശ്നമല്ല, അത് നമ്മുടെ പ്രശ്നമാണ്. നമ്മൾ ഇത്തരം ആയത്തുകളെ നിരന്തരം നമ്മൾ പറയുകയും നമ്മൾ അതിനെ പാരായണം ചെയ്യുകയും നമ്മുടെ പള്ളികളിൽ നിരന്തരം ഓരോ സ്വലാത്തിന്റെ സമയത്തും നമ്മൾ നിരന്തരം ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം മുമ്പിൽ വെച്ച് ഒരു സമൂഹത്തെ ചേർത്ത് പിടിക്കുന്ന, ആ സമൂഹത്തിന്റെ ഇടയിൽ നമ്മെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കാൻ പ്രാപ്തമായ ശൈലികളും അതുപോലെ തന്നെ പാഠങ്ങളും സ്വരൂപിച്ച് അവർക്കിടയിലേക്ക് ഇറങ്ങേണ്ടതുണ്ട് എന്ന രൂപത്തിലുള്ള ഒരു ചർച്ച എവിടെയാണ് നമുക്കിടയിൽ നടക്കുന്നത്? ആ സമൂഹത്തോട് നമ്മൾ നീതി കാണിച്ചിട്ടുണ്ടോ? ആ സമൂഹത്തോട് കാണിക്കേണ്ട, അള്ളാഹു കൽപ്പിക്കുന്ന, അള്ളാഹു നിർദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഒരു നീതിബോധം ആ സമൂഹത്തിനിടയിൽ നമ്മൾ പുലർത്തിയിട്ടുണ്ടോ? അവരെ കൂടി ചേർത്ത് പിടിച്ച് ഭൂമിയിൽ ശാന്തിയും സമാധാനവും സൃഷ്ടിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച പ്രപഞ്ചനാഥന്റെ വാക്കുകളെ നമ്മൾ ചെവി കൊണ്ടിട്ടുണ്ടോ? ഇതെല്ലാം നമ്മൾ വിലയിരുത്തേണ്ട സമയമാണ്.
ഏതെങ്കിലും തരത്തിൽ ആ ഒരു പ്രശ്നത്തെ മാത്രം നമ്മൾ നോട്ട് ചെയ്തിട്ട് അതിലേക്ക് മാത്രം തിരിഞ്ഞ് അതിനെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് മാത്രമല്ല നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട, നമ്മുടെ ഹുജ്ജത്ത് പൂർണ്ണമാക്കേണ്ട കർത്തവ്യം കൂടി നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങണം. നമ്മുടെ ഉമ്മത്തിനെ ഒരു ഭാഗത്ത് മറ്റൊരു തരത്തിലുള്ള ചർച്ചകളും പ്രതിവിധികളും നടക്കുമ്പോഴും അള്ളാഹുവിനെ അടിയന്തരമായി അടിസ്ഥാനപരമായി അള്ളാഹുവിലേക്ക് ഹൃദയപൂർവ്വം അടങ്ങി നമ്മുടെ പാപങ്ങൾ മുമ്പിൽ വെച്ച് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങി, ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങി ഒരു സമൂഹത്തിന് പടച്ചവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന, അമ്പിയാക്കന്മാരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന, അമ്പിയാക്കന്മാരെ റിസാലത്തിനെ അവർക്കറിയുന്ന, അവർക്ക് തിരിയുന്ന ഭാഷയിലും ശൈലിയിലും ബോധ്യപ്പെടുത്തി കൊടുത്ത് നമ്മുടെ ഹുജ്ജത്ത് നമ്മൾ പൂർണ്ണമാക്കേണ്ടതുണ്ട്. അവിടെ മാത്രമേ അള്ളാഹുവിന്റെ ഇടപെടൽ നടക്കുകയുള്ളൂ. അമ്പിയാക്കന്മാർ പോലും കിടുകിടാ വിറപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വിശുദ്ധ ഖുർആൻ നമ്മൾ വായിക്കുന്നുണ്ട്. അള്ളാഹു തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മളോട് അള്ളാഹു പറയാണ്, അമ്പിയാക്കന്മാർ പോലും അവരെ വിറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവർ പറഞ്ഞു, മത്താ നസ്റുല്ലാ, എവിടെയാണ് അള്ളാന്റെ സഹായം? അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അള്ളാന്റെ സഹായം വളരെ അടുത്തുണ്ട്. അള്ളാഹു അമ്പിയാക്കന്മാർ പറഞ്ഞ ഒന്നിനെ നമ്മളോട് പറഞ്ഞു തരുമ്പോൾ അവരെല്ലാം അഭിമുഖീകരിച്ച പ്രതിസന്ധിയുടെ ആഴം എന്താണ്? നമ്മളോടല്ലേ ഇതെല്ലാം പറഞ്ഞു തരുന്നത്? അപ്പൊ ഇതിൽ നമുക്ക് പാഠമില്ലേ? നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ? നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? പടച്ച തമ്പുരാനിലേക്ക് ഹൃദയപൂർവ്വം മടങ്ങി അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ ഒരു സമൂഹത്തോട് നിരന്തരം ആവശ്യപ്പെടേണ്ടതുണ്ട്. പാപമോചനം തേടി മടങ്ങേണ്ടതുണ്ട്. അള്ളാഹു എപ്പോഴാണ് സ്വസ്ഥമായ അന്തരീക്ഷം ഒരുക്കൽ എപ്പോഴാണ്? അതുകൊണ്ടാണ് നൂഹ് നബി അലൈഹി സ്വലാം ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ. ശാന്തമായ ഭൂമിക ഒരുക്കണമെങ്കിൽ ആദ്യമായിട്ട് അള്ളാഹുലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങണം. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ എന്ത് വേണം? നമ്മെ അറിയാത്തൊരു സമൂഹമാണ് ചുറ്റുവട്ടങ്ങളിലെങ്കിൽ ആ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. സാധാരണക്കാരെ നമ്മൾ പരിഗണിക്കുകയും അവരെ സംബോധനം ചെയ്യുകയും അവർക്കിടയിലുള്ള തെറ്റിദ്ധാരണകളെ നീക്കിക്കൊണ്ട് ഞങ്ങൾ ശാന്തിയുടെ വാക്താക്കളാണ്, ഞങ്ങൾ സമാധാനത്തിന്റെ സന്ദേശം പേറുന്നവരാണ്, അത് നിങ്ങൾക്ക് കൂടിയുള്ളതാണ്, ഞങ്ങളും നിങ്ങളെല്ലാം എല്ലാം തന്നെ അടുത്ത നിമിഷം നമ്മെ സൃഷ്ടിച്ച നാഥനിലേക്ക് മടങ്ങിപ്പോവേണ്ടവരാണ്. അതിനാൽ ആ പ്രപഞ്ചനാഥന് നമ്മളെല്ലാം സമർപ്പിതരായി അവരുടെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ട് ഏറ്റവും നല്ല സമാധാനപൂർണമായ ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഈ റിസാലത്തിനെ പേറുന്ന ഒരു സമൂഹമാണ് നമ്മൾ. അപ്പോ ഇങ്ങനെയെല്ലാം തന്നെ ഖുർആനെ മുമ്പിൽ വെച്ച് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിച്ച് ആ പ്രശ്നങ്ങൾക്ക് പ്രതിവിധി കാണാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ രൂപത്തിലുള്ള ചർച്ചകൾ എവിടെയാണ് നടക്കുന്നത്? ഇങ്ങനെ അള്ളാഹുവിന്റെ കലാമിനെ മുമ്പിൽ വെച്ച് ഇതിലൂടെ നമ്മളെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടറിയണമെന്ന്, നമ്മുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് അള്ളാഹു പറഞ്ഞു തരുന്നത് എന്ന്, നമ്മുടെ ന്യൂനതകൾ എവിടൊക്കെയാണ്, അത് എങ്ങനെയാണ് തിരുത്തേണ്ടത് എന്ന്, അങ്ങനെ ഈ അമ്പിയാക്കന്മാരെയും അവരുടെ റിസാലത്തിനെയും മുമ്പിൽ വെച്ച് ഓരോ പ്രവാചകന്മാരും അവരവരുടെ ഭൂമികയിൽ സംവദിച്ച ഒന്നിനെ മുമ്പിൽ വെച്ച് ആ സമൂഹത്തിന്റെ മറുപടിയെ മുമ്പിൽ വെച്ച് അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ട് ഇപ്പോൾ ഞങ്ങളോട് ഈ പ്രപഞ്ചനാഥൻ ഞങ്ങളോട് പറയുന്ന വർത്തമാനമാണ് ഇതെല്ലാം എന്ന ബോധത്തോടുകൂടി ഇതിനെ സമീപിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കഴിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള സഹായം ഒരിക്കലും നമുക്ക് സാധ്യമല്ല. ഒരു സമൂഹത്തെ അവരുടെ പ്രശ്നങ്ങളെ ഇജ്തിമാഇയും ഇൻഫിറാദിയുമായിട്ടാണ് പണ്ഡിതന്മാര് അതിനെ വിശദീകരിക്കുന്നത്. ഇൻഫിറാദി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അഭിമുഖീകരിക്കുന്ന വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇജ്തിമാഇയായ പ്രശ്നം, സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും. സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനപരമായ ചില വിഷയങ്ങൾ ഉണ്ടാവും. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്തു കാട്ടുന്നുണ്ട്. ഈ സമൂഹം ഒരുമിച്ച് നിന്നുകൊണ്ട് ആ അപരവൽക്കരണത്തിനെതിരെ അമ്പിയാക്കന്മാരുടെ മൻഹജിനെ പിൻപറ്റിക്കൊണ്ട് സ്വീകരിക്കേണ്ട ഒരു നിലപാടുണ്ട്. ആ നിലപാട് സ്വീകരിക്കാതെ പോകുന്നത് ഒരു അപകടകരമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് അള്ളാഹു ഉഹൂവത്തിനെ, നമ്മൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ള അള്ളാഹുവിന്റെ നിഅമത്തായിട്ട് അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. നിങ്ങൾ ശത്രുക്കളായിരുന്നില്ലേ? അള്ളാഹു നിങ്ങളുടെ മനസ്സിനെ അള്ളാഹു കൂട്ടിയോജിപ്പിക്കുകയും നിങ്ങളെ ഏകോദര സഹോദരന്മാരാക്കി മാറ്റുകയും ചെയ്തില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോ ഉഹൂവത്ത് എന്നുള്ളത്, സാഹോദര്യം എന്നുള്ളത് അള്ളാഹുവിന്റെ നിഅമത്താണ്. അപ്പൊ എവിടെയോ നിഅമത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു ഭാവി തലമുറയെ ഓർത്തുകൊണ്ട് ഒരുമിച്ച് നിന്ന് ഒരു ഭൗതിക പ്രശ്നത്തെ
നന്നായി അമ്പിയാക്കന്മാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ സമൂഹം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ പോലും മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരുമിച്ച് നിന്ന് ഒരു നേതൃത്വത്തെ ഉണ്ടാക്കി, അല്ലെങ്കിൽ കാര്യഗൗരവമുള്ള ആളുകളെ മുമ്പിൽ വെച്ച് ഈ സമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് അവരെ നയിക്കാനുള്ള ഒരു സമൂഹം രൂപപ്പെടണം. ഇന്ന് 900 കൂട്ടങ്ങളാണ്. അതിലേക്കെല്ലാം കല്ലെറിയുമ്പോൾ അവകളെല്ലാം ഒച്ച വെച്ചുകൊണ്ട് പറന്നു പോകുന്നത് പോലെ നമ്മൾ ഇങ്ങനെ പലയിടങ്ങളിൽ ഇങ്ങനെ ശബ്ദിക്കുകയാണ്. ഇങ്ങനെയല്ല അള്ളാഹു പഠിപ്പിക്കുന്നത്, ഇങ്ങനെയല്ല പരിശുദ്ധ റസൂലിലൂടെ അള്ളാഹുവിന്റെ വഹയി നമ്മളെ പഠിപ്പിക്കുന്നത്, അതല്ല. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ, അതാ പറഞ്ഞ പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിന്റെ ഇടയിലുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ പരിഹരിക്കേണ്ടത്, എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇതിനെ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസില് കിതാബുൽ ഫിത്തനില് അള്ളാഹുന്റെ റസൂൽ ഇത് പറഞ്ഞു വെക്കുന്നുണ്ട്. മൂന്ന് പ്രശ്നങ്ങളെ അള്ളാഹു ഉമ്മത്തിന്റെ മുകളിൽ നിന്ന് എടുത്തു മാറ്റാൻ പ്രാർത്ഥിക്കുന്നുണ്ട് റസൂലുള്ളാഹ്. സഅൽതു റബ്ബി സലാസൻ ഫഅഅതാനി സിൻതൈൻ വമനഅനി വാഹിദ. സഅൽതു റബ്ബി അല്ലാ യഹ്ലിക ഉമ്മത്തി ബിൽ ഗറഖി ഫഅഅതാനിഹാ. സഅൽതു റബ്ബി അല്ലാ യഹ്ലിക ഉമ്മത്തി ബിസ്സനതി ഫഅഅതാനിഹാ. സഅൽതു റബ്ബി അല്ലാ യജഅല ബഅസഹും ബൈനഹും ഫമനഅനിഹാ. അല്ലേ? തലയുടെ മുകളിൽ നിന്ന് വരുന്ന ശിക്ഷയെ, കാൽപാദത്തിന്റെ അടിയിൽ നിന്ന് വരുന്ന ശിക്ഷയെ എടുത്തു മാറ്റാൻ അള്ളാഹുന്റെ റസൂൽ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. എന്നാൽ ഇവർക്കിടയിലുള്ള ഭിന്നിപ്പിനെ കുറിച്ച്, ആ ഭിന്നിപ്പ് ഇല്ലാത്ത രൂപത്തിൽ ഈ സമൂഹത്തെ മാറ്റുവാൻ പ്രാർത്ഥിച്ചു. അത് സ്വീകരിച്ചില്ല. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തുന്ന ഒരു അടിസ്ഥാന വിഷയമുണ്ട്. എന്താണ്? വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ. എപ്പോഴാണ് ഒരു സമൂഹത്തെ കുറിച്ചുള്ള ചിന്ത നഷ്ടപ്പെടുക? എപ്പോഴാണ് നിങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ കുറിച്ചുള്ള ചിന്ത എപ്പോഴാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുക? നിങ്ങൾ ഭിന്നിക്കുകയും ചെറിയ ചെറിയ അധികാരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിരന്തരം തർക്കിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് മുകളിൽ അള്ളാഹുവിന്റെ ശിക്ഷ ആപതിക്കുക എന്ന് റസൂലുള്ളാഹി ഈ ഹദീസിൽ പറയുന്നുണ്ട്. വല്ലദീ നഫ്സീ ബിയദി ലതഉമുറുന്ന ബിൽ മഅറൂഫി. നിങ്ങൾ ഒരു സമൂഹത്തെ വിസ്മരിക്കുക, നിങ്ങളെ പ്രശ്നങ്ങളിൽ മാത്രം നിങ്ങൾ കിടന്നു മറയുകയും നിങ്ങൾക്ക് പിറകിലുള്ള ഒരു സമൂഹത്തെ നിങ്ങൾ വിസ്മരിക്കുക, അവരോട് കാണിക്കേണ്ട മര്യാദയെ, അവരോട് കാണിക്കേണ്ട നീതിബോധത്തെ, അവർക്ക് നൽകേണ്ട റിസാലത്തിനെ എല്ലാം തന്നെ മറക്കുകയും നിങ്ങൾക്കിടയിൽ മാത്രം നിങ്ങൾ ചർച്ചകൾ നടത്തുകയും നിങ്ങളുടെ ചെറിയ ചെറിയ മോഹങ്ങൾക്കും ചെറിയ ചെറിയ അധികാരങ്ങൾക്കും വേണ്ടി നിങ്ങളുടെ കാലടിയിൽ നിന്ന് മണ്ണ് പോകുമ്പോഴും നിങ്ങൾ തർക്കിച്ചുകൊണ്ടിരുന്നാൽ അള്ളാഹു നിങ്ങൾക്ക് മുകളിൽ അക്രമകാരികളായ ഭരണകൂടങ്ങൾ അള്ളാഹു കൊണ്ടുവരും. അലൈക്കും ഷിറാറക്കും. ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും അന്യായമായ രൂപത്തിൽ, അനീതിപൂർണമായ ഇടപെടലിൽ നിങ്ങളെ നിഷ്കാസനം ചെയ്യാൻ ശക്തിയുള്ള അധികാരികൾ അള്ളാഹു കൊണ്ടുവരും. സുമ്മയദുഖിയാറുക്കും. ആ സമയം അതിന്റെ അവസാന മുഹൂർത്തത്തിൽ, അതിന്റെ അവസാന നിമിഷങ്ങളിൽ നിങ്ങൾ പടച്ചവരോട് പ്രാർത്ഥിക്കും. അപ്പോഴാണ് പിന്നെ ബോധം ഉണ്ടാകുക. നമ്മൾ ഇങ്ങനെ ആകേണ്ടവരായിരുന്നില്ല, നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരായിരുന്നു. ഒരു തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കുകയും അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ മടങ്ങാൻ ഒരു സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും അവർക്കിടയിലുള്ള പ്രശ്നങ്ങളെ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് പരിഹരിക്കാൻ ആവശ്യപ്പെടേണ്ട ഒരു സമൂഹമായിരുന്നു എന്ന് ആ സമയത്തേക്കാണ് നമ്മൾ തിരിച്ചറിയാം. ഖിയാറുക്കും. നിങ്ങളിൽ ഏറ്റവും നല്ലവര്, ഉത്തമരായവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. ഫലാ യുസ്തജാബുലക്കും. അപ്പോ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവരും. അയാൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ആളാണ്, നല്ലോനാണ്, സ്വാലിഹാണെന്ന് പറഞ്ഞ് നമ്മൾ കൂട്ടിക്കൊണ്ടുവരും. പക്ഷേ ഇജ്തിമാഇയായ സാമൂഹിക വിഷയം, ഒരു പ്രശ്നം നേരിടുമ്പോൾ ആ പ്രശ്നത്തിൽ ആരുടെയും പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂല. എന്തുകൊണ്ട്? ആ സമൂഹം അടിസ്ഥാനപരമായി പുലർത്തേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ് അതിന് കാരണമെന്നാണ്. അതാണ് ലതഉമുറുന്ന ബിൽ മഅറൂഫി. നിങ്ങൾ നന്മയെ കുറിച്ച് നിങ്ങളുടെ മുമ്പിലുള്ള സമൂഹത്തിന് ബോധനം നൽകിക്കൊണ്ടേയിരിക്കണം. വല തൻഹവുന്ന അനിൽ മുൻകരി. അവർക്കിടയിലെ തിന്മയെ, എന്തൊന്നാണോ ഒരു തിന്മയ്ക്ക് വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്നത്, അതിന് ചില കാരണങ്ങൾ ഉണ്ടാവും. പടച്ച തമ്പുരാന് സമന്മാരെ സൃഷ്ടിക്കുകയും മരണാനന്തര ജീവിതം നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം, അവര് ഭൂമിയിൽ അക്രമിയായിരിക്കും. അവന്റെ പേര് ഒരുപക്ഷെ മുഹമ്മദ് ആയിരിക്കാം, അല്ലെങ്കിൽ അബ്ദുള്ളയായിരിക്കാം, അബ്ദുള്ള കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ ജോർജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാത്തിമയായിരിക്കാം, അമ്മിണിയായിരിക്കാം. നമ്മൾ ഇവിടെ ഒരു മത വർഗ ബോധത്തെ ഉയർത്തുകയല്ല ചെയ്യുന്നത്. മനുഷ്യൻ എന്നുള്ള നിലക്ക് മനുഷ്യർക്കിടയിലുള്ള രണ്ട് വിഭാഗങ്ങളെ കുറിച്ചുള്ള സംസാരം മാത്രമാണ് നമ്മൾ നടത്തുന്നത്. ആരുമായിരിക്കാം. പ്രപഞ്ചനാഥന് സമന്മാരെ സൃഷ്ടിക്കുകയും
മരണാനന്തര ജീവിതത്തെ അതിലൂടെ നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം ഭൂമിയിൽ എന്നും കുഴപ്പകാരികളായിരിക്കും, അക്രമികളായിരിക്കും, അനീതി പ്രവർത്തിക്കുന്നവരായിരിക്കും. ഇത് ഒരു സാമൂഹികമായിട്ടല്ല ഞാൻ ഈ വിഷയത്തെ പറയുന്നത്, വൈയക്തികമായിട്ട് വ്യക്തിപരമായിട്ടാണ് ഈ വിഷയത്തെ വിലയിരുത്തുന്നത്. അതാ പറഞ്ഞത്, അള്ളാഹുവിന് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വിഷയമാണ്, അള്ളാഹുവിന് കീഴ്പ്പെടുക എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ, കീഴ്പ്പെട്ടവരെന്ന് പറയുന്ന സമൂഹത്തിൽ അവരിൽ ജോർജും മുഹമ്മദും രാമനും അമ്മണിയും ഫാത്തിമയും എല്ലാം ഉണ്ടാവും. അതിനെതിരെ നിൽക്കുന്ന സമൂഹത്തിലും മുഹമ്മദും ജോർജും രാമനും ഫാത്തിമയും എല്ലാം ഉണ്ടാകും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിം എന്ന് വിശേഷിപ്പിച്ചത് അറബി പേരിട്ടവനെ നോക്കിക്കൊണ്ടല്ലോ, ഏതെങ്കിലും രൂപഭാവങ്ങളെ സ്വീകരിച്ചവനെ നോക്കിക്കൊണ്ടല്ല. അങ്ങനെ ആ സമൂഹത്തിൽ അതിന് സാധ്യമല്ലല്ലോ. നിങ്ങളത് ചിന്തിച്ചു നോക്കിക്കാണ് നിങ്ങൾ. മുസ്ലിം എന്ന് ഇത് നമ്മളുടെ നിലപാടുകൾ വെച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഭൂമികയിലേക്ക് ഒന്ന് നോക്കിയാട്ടെ. ഒരാൾ മുസ്ലിമാണെന്ന് പറയാൻ രൂപഭാവങ്ങളെ കൊണ്ട് പറ്റുമോ? പറ്റൂല. നാമങ്ങളെ കൊണ്ട് പറ്റൂല. കാരണം അതെല്ലാം തന്നെ ഏകമാണ് അവർക്കിടയിൽ, ഒന്നുപോലെയാണ്, ഒരുപോലെയാണ് അവർക്കിടയിൽ. അപ്പൊ മുസ്ലിം എന്ന് വിശേഷിപ്പിച്ചത് പേരുകൊണ്ടോ രൂപം കൊണ്ടോ ഭാവമാറ്റങ്ങളെ കൊണ്ടോ ആയിരുന്നില്ല, അവരുടെ വിശുദ്ധമായ ജീവിതം കൊണ്ട് മാത്രമായിരുന്നു എന്നുള്ളത് പ്രവാചകന്റെ ഭൂമികയിൽ നാം പഠിക്കുന്നുണ്ട്. ഞാനത് പറഞ്ഞത്, ഈ പ്രശ്നം നമ്മൾ അവതരിപ്പിക്കുന്നത് ഏതെങ്കിലും സാമൂഹികപരമായ അല്ലെങ്കിൽ വർഗപരമായ മനുഷ്യൻ നിർമ്മിച്ച മതകീയമായ ഒരു സംവിധാനത്തെ മുമ്പിൽ വെച്ചുകൊണ്ടല്ല. പടച്ച തമ്പുരാനെ ബോധ്യപ്പെട്ട ഒരു മനുഷ്യൻ, അവൻ ആരോ ആവട്ടെ, അവൻ മുഹമ്മദോ ജോർജോ രാമനോ കൃഷ്ണനോ അല്ലെങ്കിൽ അബ്ദുള്ളയോ ആരോ ആവട്ടെ, അവന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണിത്. അതുകൊണ്ടാണ് റസൂലുള്ള പറയുന്നത്, നിങ്ങൾ ആ ദൗത്യം നിർവഹിക്കാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ അക്രമകാരികളായ ഭരണകൂടങ്ങൾ അള്ളാഹു കൊണ്ടുവരും. നമ്മൾക്ക് ഉത്തരവാദിത്തമില്ലേ? നമ്മുടെ ദേശത്ത്, നമ്മുടെ പ്രദേശത്ത് എങ്ങനെയാണ് ശാന്തി കൊണ്ടുവരേണ്ടത്? നമ്മെക്കുറിച്ച് ഒരു മനുഷ്യന് തെറ്റിദ്ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ ആ തെറ്റിദ്ധാരണ നമ്മൾ തീർത്തു കൊടുക്കൂലേ? എന്തുകൊണ്ട്? നമ്മൾക്ക് ആ സമൂഹത്തിൽ ജീവിക്കണം എന്നുള്ള ബോധമാണ്, മാന്യമായി നടക്കണം എന്നുള്ള ഒരു തിരിച്ചറിവാണ്. എന്നാൽ ഒരു സമൂഹം എന്നുള്ള നിലക്ക് നമ്മയെക്കുറിച്ച് ഇത്രയും മോശമായ രൂപത്തിൽ പ്രചരണങ്ങളും അല്ലെങ്കിൽ തെറ്റായ ചിന്തകളും ഒരു സമൂഹത്തിൽ രൂഢമൂലമായി കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ വഹയിനെ ഏറ്റവും നന്നായി അവർക്ക് തിരിയുന്ന ഭാഷയിൽ, അവർക്ക് തിരിയുന്ന രൂപത്തിൽ എന്തുകൊണ്ട് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റണില്ല? നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഇതുപോലെ അമ്പിയാക്കന്മാരെയും വഹീനെയും മുമ്പിൽ വെച്ച് ഇതെല്ലാം ഇതിന്റെ അടിസ്ഥാന കാരണമാണ് എന്ന് എന്തുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് പറയാൻ കഴിയുന്നില്ല? അമ്പിയാക്കന്മാര് ഇന്ന് നമ്മളോടൊപ്പം ജീവിക്കുന്നുണ്ട് എന്നും അവരഭിമുഖീകരിച്ച പ്രശ്നങ്ങളെ നമ്മളും അഭിമുഖീകരിക്കുന്നുള്ളൂ എന്നും അതിന് പരിഹാരമായി അവരെന്താണോ അവരുടെ ഭൂമികയിൽ അവർ നടത്തിയത്, അവർ ഇടപെട്ടത്, അത് നമ്മളും നടത്തേണ്ടതുണ്ട് എന്നും അതിന് നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട് എന്നും ഒരു സമൂഹത്തോട് നീതിയും സത്യവും സ്നേഹവും പുലർത്തേണ്ടതുണ്ട് എന്നും അതിലൂടെ അവരെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് എന്നും നമ്മളാണ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ശാന്തിക്കും സമാധാനത്തിനും വഴിയൊരുക്കേണ്ടതെന്നും എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് അള്ളാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, എന്തുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? അള്ളാഹു ശാന്തിയുടെ ഭവനത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. എന്താണ് ശാന്തിയുടെ ഭവനം? അതെങ്ങനെയാണ് രൂപപ്പെടുക? അതെങ്ങനെയാണ് ഉണ്ടായിത്തീരുക? അതിനെങ്ങനെയൊക്കെയാണ് അള്ളാഹു അവന്റെ കാരുണ്യമായി പ്രവാചകന്മാരെ നിയോഗിക്കുന്നത്? പ്രവാചകന്മാർക്ക് ശേഷം ആ റിസാലത്തിനെ ഉയർത്തിപ്പിടിക്കുന്നവർ ഏത് രൂപത്തിലാണ് അത്തരത്തിലുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കേണ്ടത്? ഒന്നുമില്ലെങ്കിലും ചുരുങ്ങിയത് ഈ സത്യം ഇങ്ങനെയൊക്കെയാണ് സത്യം എന്ന് ബോധ്യപ്പെടുന്ന രൂപത്തിലെങ്കിലും അവർക്ക് നമ്മൾ ഈ കാര്യം പറഞ്ഞു കൊടുക്കേണ്ടതില്ലേ? അതുപോലെ തന്നെ ഒരു സമൂഹത്തോട് പുലർത്തുന്ന നീതിബോധം എന്ന് ഞാൻ പറയുന്നത്, അവരോട് നമ്മൾ ഇന്നേ വരെ കാണിക്കാതെ പോയ കുറെ മൂല്യങ്ങളുണ്ട്, നീതിബോധമുണ്ട്. അവർക്ക് കൊടുക്കേണ്ടതൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. അത് നമ്മൾ സക്കാത്തിന്റെ വിഷയത്തിൽ ചർച്ച നടത്തേണ്ടതുണ്ട്. മറ്റു വിഷയങ്ങളിൽ ആ സമൂഹത്തെ ചേർത്ത് പിടിച്ച് അവർ അള്ളാഹുവിന്റെ നമ്മെ പോലെ തന്നെ ഈ ഭൂമിയിൽ പടച്ച തമ്പുരാന്റെ ഖലീഫമാരാണ് അവരെന്നും പ്രവാചകന്മാർ നമ്മളോടൊപ്പം ഒന്ന് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഇവരോട് കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും നീതിബോധവും എന്തൊക്കെയായിരിക്കുമെന്നും നമ്മൾ തിരിച്ചറിയണം. അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഒരു സമൂഹത്തെ നമ്മൾ അടുപ്പിക്കേണ്ട എന്തെല്ലാം നീതിബോധങ്ങളെ, നീതി മാർഗങ്ങളെ അള്ളാന്റെ പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ? അതെല്ലാം നമ്മൾ ഒരു മതവൽക്കരിക്കുകയോ വർഗവൽക്കരിക്കുകയോ ചെയ്തിട്ട് ഒരു സമൂഹത്തെ നമ്മൾ അകറ്റിയിട്ടുണ്ട്. അപ്പൊ കുറെ പ്രശ്നങ്ങൾ നമ്മൾ ഇതിനുള്ളിൽ തിരുത്തുകയും
ബോധ്യപ്പെടുകയും നമ്മൾ സ്വയം ബോധ്യപ്പെടുകയും ചെയ്യേണ്ട കുറെ പ്രശ്നങ്ങളുണ്ട്. അതിനെ അള്ളാന്റെ വഹീനെ മുമ്പിൽ വെക്കണം. നന്നായിട്ട് ഈ റമദാനെ നമ്മൾ അതിന് ഉപയോഗപ്പെടുത്തണം. നമ്മൾ കവലകൾ തോറും, ഞാൻ പറഞ്ഞു വരുന്നൊരു വിഷയം, കവലകൾ തോറും നമ്മുടെ സഹോദരന്മാർക്ക് അവരുടെ സൃഷ്ടാവിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു അടിയന്തരമായ ഇടപെടലുകൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. എന്നാൽ അമ്പിയാക്കന്മാരോടൊപ്പം ചേർന്ന് നിന്നിട്ട് അള്ളാഹുവിന്റെ വഹീനെ ചേർത്ത് പിടിച്ചിട്ട് അള്ളാഹു നിർദ്ദേശിക്കുന്നത് പോലെ, അള്ളാഹു നിർദ്ദേശിക്കുന്ന പരിഹാരം പോലെ നമ്മൾ കവലകൾ തോറും പടച്ചോനെ നമ്മൾ അവതരിപ്പിക്കണം. ഓരോ മനുഷ്യന്റെയും സൃഷ്ടിനാഥനെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. മുഹമ്മദ് റസൂലുള്ള ഒരു മതത്തിന്റെ പ്രവാചകനല്ല എന്നും, മുഹമ്മദ് റസൂലുള്ള ഏതെങ്കിലും ഒരു മതം നിർമ്മിച്ച പ്രവാചകനല്ല എന്നും, ആ പ്രവാചകനിലൂടെ പ്രപഞ്ചനാഥനായ ജഗദീശ്വരൻ നൽകിയ വേദം നമുക്കെല്ലാം ബാധകമാണെന്നും, വേദങ്ങളെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണെന്നും, ആ സൃഷ്ടാവിൽ നിന്നും ഭൂമിയിൽ അവതരിച്ച എല്ലാ പ്രവാചകന്മാരും എല്ലാ മഹൽ വ്യക്തികളും ദൈവത്തിന്റെ ഉത്കൃഷ്ടരും ശ്രേഷ്ഠരുമായ വ്യക്തിത്വങ്ങളാണെന്നും, അവരെല്ലാം ജീവിതത്തിൽ പിൻപറ്റുകയും അവരെല്ലാം പഠിപ്പിച്ച അടിസ്ഥാന മൂല്യങ്ങളെ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ടെന്നും, നമ്മൾ മരണത്തിന് കീഴുതുങ്ങുന്നവരാണെന്നും, അതിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നും, ആ ജീവിതം സത്യമായി പുലരുന്നതാണെന്നും, അതിനാൽ ഭൂമിയിൽ അക്രമികളായി ജീവിക്കാതെ, ഭൂമിയിൽ ദൈവത്തോടൊപ്പം പങ്കാളികളെ ചേർത്ത് ജീവിക്കാതെ, നമ്മെ സൃഷ്ടിച്ച നമ്മുടെ പ്രകൃതി ബോധത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചനാഥനായ ജഗദീശ്വരനെ മാത്രം തിരിച്ചറിഞ്ഞ് അവനെ ഉൾക്കൊള്ളുമ്പോഴും അവന് മാത്രം സാഷ്ടാംഗം നമിച്ച് അവനിൽ നിന്നുള്ള ജീവിത നിയമങ്ങളെ പൂർണ്ണമായി ജീവിതത്തിൽ അവലംബിച്ച് കഴിയേണ്ടവരാണ് നമ്മളെന്നൊരു അടിസ്ഥാന ബോധനം നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ നിരന്തരം നടത്തണം. അത് അവർക്കറിയുന്ന ഭാഷയിൽ, അവർക്ക് മനസ്സിലാകുന്ന ശൈലിയിൽ നമ്മൾ നടത്തണം. ഇത് നമ്മുടെ ഹുജ്ജത്ത് പൂർണ്ണമാക്കാനുള്ള, അള്ളാഹുവിന്റെ കൽപ്പനയെ പൂർത്തീകരിക്കാനുള്ള ഇടപെടലാണ്. അതിനുശേഷം പ്രപഞ്ചനാഥനായ തമ്പുരാനെ നസ്ർ, അവന്റെ സഹായത്തിന്റെ കവാടം തീർച്ചയായിട്ടും അള്ളാഹു നമുക്ക് മുമ്പിൽ തുറക്കും. അതിന് ഉള്ള ഒരുക്കങ്ങൾ നമ്മൾ നടത്തണം. അതിനുള്ള പഠനങ്ങളും ചിന്തകളും നമ്മളിൽ ഉണ്ടായിരിക്കണം. അതിനുള്ള ശൈലികൾ നമ്മൾ സ്വരൂപിക്കണം. നമ്മുടെ സമൂഹത്തോട് സംസാരിക്കുന്ന ശൈലിയിലൊന്നും സംസാരിക്കാൻ പാടില്ല. നമ്മൾ ഈ നിലവിൽ ഉപയോഗിക്കുന്ന വാക്കുകളൊന്നും ഉപയോഗിച്ചുകൊണ്ടല്ല സംസാരിക്കേണ്ടത്. ഇതെല്ലാം നമ്മൾ നിരന്തരം എത്രയോ തവണ പറഞ്ഞു പോയ വിഷയങ്ങളാണ്. ഇത് വീണ്ടും വീണ്ടും വളരെ വേദനയോടുകൂടി മനസ്സിന്റെ അഗാധതയിൽ നിന്നുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. അള്ളാഹു ഇങ്ങനെ അള്ളാഹിന്റെ വേദം മുമ്പിൽ വെച്ച് നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങളെ അള്ളാഹുവിന്റെ വഹ്യ് കൊണ്ട് പരിഹരിക്കാനുള്ള ഒരു ചർച്ചക്ക് കൂടിയിരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകിയതിൽ അള്ളാഹുവിനെ സ്തുതിച്ച് ഞാൻ ഈ ചെറിയ അവതരണം അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ രാജ്യത്ത് ശാന്തിയും സമാധാനവും നിലനിർത്തുകയും മനുഷ്യരായി കണ്ട് പരസ്പരം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായി പടച്ച തമ്പുരാനെ നമ്മുടെ ദേശവാസികൾ അള്ളാഹു മാറ്റട്ടെ. അതോടൊപ്പം തന്നെ മത വർഗബോധങ്ങൾക്കപ്പുറം ഓരോ മനുഷ്യർക്കും അവരുടെ സൃഷ്ടിനാഥനെ കുറിച്ചുള്ള ബോധവും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള അഗാധമായ അറിവ് പകർന്നു നൽകുന്ന നല്ല സ്വാലിഹീങ്ങളായ പ്രവാചകന്മാരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നല്ലവരായ മനുഷ്യരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ.